ഞാൻ ഡോക്ടർ നാസിയ മുഹമ്മദ്, അസോസിയേറ്റ് കൺസൾട്ടൻറ്റ് ഇൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കാലിക്കറ്റ്. സ്കിൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ പല തരത്തിലുണ്ട്. അത് ഫിസിക്കൽ സൺസ്ക്രീൻ ആവാം, കെമിക്കൽ സൺസ്ക്രീൻ ആവാം. അപ്പോൾ ഓരോരോ സൺസ്ക്രീനും എപ്പോൾ അപ്ലൈ ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്യണം, എത്ര റിപ്പീറ്റഡ്ലി അപ്ലൈ ചെയ്യണം, ഇതൊക്കെ ഓരോ സൺസ്ക്രീനിനനുസരിച്ച് വ്യത്യാസം വരും. ഒരു കെമിക്കൽ സൺസ്ക്രീൻ ആണെങ്കിൽ അത് സൺ എക്സ്പോഷർ അഥവാ ലൈറ്റ് എക്സ്പോഷർ വരുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ തന്നെ യൂസ് ചെയ്യേണ്ടതായിരിക്കണം. പിന്നെ എത്ര ക്വാണ്ടിറ്റി? യൂഷ്വലി ഒരാളുടെ ഫേസും നെക്കും ഇൻക്ലൂഡിങ് ഇയേഴ്സ് ഇത്രയും ഏരിയ കവർ ചെയ്യാൻ നിങ്ങളുടെ 2 ഫിംഗേഴ്സ് ഫുൾ ലെങ്ത്തിൽ സൺസ്ക്രീൻ എടുക്കാൻ ശ്രദ്ധിക്കുക. മിക്കവാറും സൺസ്ക്രീനുകളെല്ലാം തന്നെ ഒരു 3 മണിക്കൂറിന് ശേഷം അതിൻ്റെ എഫിക്കസി ലോസ് ചെയ്യുന്നതായിട്ടാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഓരോ 3 മണിക്കൂർ കഴിയുമ്പോഴും നിങ്ങൾ ഇത്രയും തന്നെ ക്വാണ്ടിറ്റി വീണ്ടും അപ്ലൈ ചെയ്തില്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ അഡിക്വേറ്റ് ആയിട്ട് ലഭിക്കില്ല. പിന്നെ എത്ര SPF വേണം എൻ്റെ സൺസ്ക്രീനിന്? അത് റെഗുലറായിട്ട് നമ്മൾ കേൾക്കുന്നൊരു ചോദ്യമാണ്. ടാനിങ് പോലെയുള്ള അവസ്ഥകളിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 30-ന് മുകളിൽ SPF ഉള്ള ഏത് സൺസ്ക്രീൻ ആയാലും അത് മതിയായിരിക്കും. പിന്നെ ഒരുപാട് വിയർക്കുകയാണ്, അതല്ലെങ്കിൽ സ്വിമ്മിങ് കഴിഞ്ഞിട്ടൊക്കെ വരികയാണെങ്കിൽ വീണ്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഏതൊരു സൺസ്ക്രീൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും SPF എത്ര തന്നെ ഉണ്ടെങ്കിലും അതിന് 100% സൺ പ്രൊട്ടക്ഷൻ തരാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പിന്നെ അതിന് എന്താണ് ഒരു പ്രതിവിധി? അതിന് കൂടുതലായിട്ട് ഫിസിക്കൽ സൺ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് യൂസ് ചെയ്യുക. ഫിസിക്കൽ സൺ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സൺലൈറ്റിലേക്ക് പോവാതിരിക്കുക, അതല്ലെങ്കിൽ പോകുന്ന സമയങ്ങളിൽ നമ്മൾ ക്ലോത്ത്സ്, സ്കാർഫ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കവർ ചെയ്യുക. അതിന് പകരം കുട യൂസ് ചെയ്യാം, അതുപോലെ ഹാറ്റ്സ്, ഗോഗിൾസ്. ഇങ്ങനെ സൺലൈറ്റ് നമ്മുടെ സ്കിന്നിലേക്ക് എത്തുന്നതിനെ തടയുന്ന മാർഗ്ഗങ്ങളെയാണ് ഫിസിക്കൽ സൺ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. സ്കിൻ എങ്ങനെയാണ് ക്ലെൻസ് ചെയ്യേണ്ടത്? ഓയിലി സ്റ്റിക്കി ആയിട്ടുള്ള സ്കിന്നുള്ളവർ സാലിസൈലിക് ആസിഡ് പോലെയുള്ള കണ്ടൻറ്റുള്ള ക്ലെൻസേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യാം. അതേസമയം ഡ്രൈ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ആളുകൾ വളരെ ജെൻറ്റിലായിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, കൂടുതലായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുക. കൂടുതലായിട്ട് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പൊതുവായിട്ട് ചർമ്മ സംരക്ഷണത്തെക്കുറിച്ച് ശ്രദ്ധിക്കാനുള്ളത്.